വരാനിരിക്കുന്ന റംസാൻ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ 10% മുതൽ 40% വരെ ആകർഷകമായ ഓഫറുകളുമായി നിറം ഫാബ് ഒരുങ്ങിക്കഴിഞ്ഞു. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ, ജെന്റ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകളുടെ അതിവിപുലമായ ശേഖരം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ഈ ആഘോഷകാലത്ത് നിങ്ങളുടെ ഷോപ്പിംഗ് കൂടുതൽ സന്തോഷകരമാക്കാൻ ഇന്ന് തന്നെ എത്തിച്ചേരൂ. കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പെരുമാറ്റച്ചട്ടം മൂലം ഒഴിവാക്കി. കെട്ടിടത്തിൽ വിവിധ ആരോഗ്യ ക്യാമ്പുകളും കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കെ രാധാകൃഷ്ണൻ MLA ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനെ തുടർന്ന് ഒഴിവാക്കി. കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടകനായും UR പ്രദീപ് MLA അധ്യക്ഷനായും നിശ്ചയിച്ചിരുന്ന ചടങ്ങാണ് മാറ്റിവെച്ചത്. ഫാർമസി, ഇമ്മ്യൂണൈസേഷൻ റൂം, മെഡിക്കൽ ഓഫീസർ റൂം, മെഡിസിൻ സ്റ്റോർ തുടങ്ങിയ വിപുലമായ സൗകര്യങ്ങളാണ് പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനം മുടങ്ങിയെങ്കിലും പുതിയ കെട്ടിടത്തിൽ TB അവബോധ ക്ലാസ്, ഗ്ലൂക്കോമ ബോധവൽക്കരണ ക്ലാസ്, പാലിയേറ്റീവ് കിറ്റ് വിതരണം, ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് എന്നിവ വിജയകരമായി സംഘടിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ സതീഷ് പരമേശ്വരൻ ചടങ്ങിൽ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കൊണ്ടാഴി FHC കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 2022-23 MLA ആസ്തി വികസന ഫണ്ട് പ്രകാരമുള്ള പുതിയ ഫണ്ട് പ്രകാരം പണിതുള്ള പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കേണ്ടതായിരുന്നു. എന്നാൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നതിന്റെ സാഹചര്യത്തിൽ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് വേണ്ട എന്ന് നമ്മൾ വയ്ക്കുകയും അതേസമയം തന്നെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ഷുഗർ പ്രഷർ നിർണയ ക്യാമ്പ്, അതുപോലെ തന്നെ ആശാ അവലോകന മീറ്റിംഗ് തുടങ്ങിയവ ആ കെട്ടിടത്തിൽ ഇന്ന് നടത്തുകയുണ്ടായി. ഇന്ന് നമ്മൾ വേൾഡ് TB ഡേ ആണ് ഈ മാസം വരുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ TB മുക്ത പഞ്ചായത്ത് എന്നുള്ള ആശയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ ശാക്തീകരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ ആശാ പ്രവർത്തകർക്ക് നൽകുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഗ്ലോക്കോമ മരത്തോടനുബന്ധിച്ച് ഇന്ന് കണ്ണ് പരിശോധനയും അതുപോലെ തന്നെ ശ്വാസമുട്ടൽ രോഗികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ശ്വാസകോശ രോഗ പരിശോധനയും ഉണ്ടായി. പിന്നെ ചേലക്കരയിൽ നിന്ന് മോഹനരാജൻ ഉൾപ്പെടെയുള്ള ചില സുമനസ്സുകൾ പാലിയേറ്റീവ് പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടി കിറ്റുകൾ നൽകിയിരുന്നു. അത് നമ്മൾ ഔപചാരികമായി സ്റ്റേജിൽ വെച്ച് കൊടുക്കാതെ നമ്മളത് പാലിയേറ്റീവിന്റെ ആംബുലൻസിൽ ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് എത്തിച്ചു നൽകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ OP വിഭാഗം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനൊപ്പം കൂടുതൽ വികസന പദ്ധതികൾ പഞ്ചായത്ത് നടപ്പിലാക്കും. CCV ന്യൂസ്, കൊണ്ടാഴി.